ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ഫോണിന് പുതിയൊരു സ്ക്രീൻ ഗാർഡ് വാങ്ങിയപ്പം കിട്ടിയിട്ടുള്ളതാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആയതിനു ശേഷം ഗോൾഡൻ കളർ കൈ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ലൈൻസ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മെഡിസിൻ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ അത് നേരെ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആദ്യം തന്നെ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആയതിന് ശേഷം റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് അതിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഡ്രൈ ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പകരമായിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബേസ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഫ്ലവേഴ്സും വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് യെല്ലോ കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബേസിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. പിന്നെ നമ്മൾ കുട്ടി കുട്ടി ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് 4 ഫ്ലവർ മാക്സിമം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിന് നമുക്ക് 2 കിട്ടും. ആ ഒരു ഭാഗം കൂടി ഞാൻ അടർത്തി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് 4 ടിഷ്യൂ പേപ്പർ ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന രീതിയിൽ താഴേക്കും മുകളിലേക്കും ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ക്രാഫ്റ്റ് ആമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്കിതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ട് മുകളിലേക്ക് പൊന്തിച്ച് വെക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് വേഗത്തിൽ കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം അതിങ്ങനെ പൊന്തിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് വേഗം കീറിപ്പോകും. ഇനി അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ആ ക്രാഫ്റ്റ് കമ്പി കാണാത്ത രീതിയിൽ മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബേസിലോട്ട് ഇതൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.